ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പട്ടാപ്പകൽ വീട്ടമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച യുവാവിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് മാത്ര സ്വദേശിയായ യുവാവ്. പത്തനാപുരത്ത് ATM കുത്തി തുറന്ന് പണം കവരാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. പ്രതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ്. കേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് ഊഷ്മളമായ സ്വീകരണം. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും ചേർന്നാണ് ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചത്. വാർത്തകൾ വിശദമായി. പട്ടാപ്പകൽ വീട്ടമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പുനലൂർ പോലീസ് പിടികൂടി. കഴിഞ്ഞ 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കഴിഞ്ഞ 5-ാം തീയതി ഉച്ചയോടെ പുനലൂർ തൃക്കോതേശ്വരം ശിവക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് വീട്ടമ്മയെ പ്രതി കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. മാത്ര നാരായണവിലാസത്തിൽ വിശാഖനെയാണ് പുനലൂർ പോലീസ് പിടികൂടിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന യുവതിയെ പ്രതി അവമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നത്രേ. വീട്ടമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് വീട്ടമ്മ പുനലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ പുനലൂർ KSRTC ജംഗ്ഷന് സമീപത്ത് വെച്ച് പുനലൂർ SI KS മനോജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുനലൂർ ടൗൺ സ്വദേശിയായ സ്ത്രീയെ അവമാനിച്ച കേസിൽ ശ്രീവിശാഖ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5-ാം തീയതി നടന്ന സംഭവത്തിൽ എടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കലിൽ തീപിടുത്തം വ്യാപകമാകുന്നു. ഉപയോഗയോഗ്യമായ വാഹനങ്ങൾ പോലുമില്ലാതെ കടയ്ക്കൽ ഫയർഫോഴ്സ് ചക്രശ്വാസം വലിക്കുകയാണ്. കിഴക്കൻ മേഖലയിൽ കാട്ടുതീ പടരുന്നത് നിയന്ത്രിക്കുന്നതിനും MC റോഡിലെ അപകടങ്ങളിൽപ്പെടുന്നവരെ സഹായിക്കുന്നതിനും ഏറെ പ്രയോജനപ്രദമായ കടയ്ക്കൽ ഫയർഫോഴ്സ് ആണ് വേണ്ടത്ര ഉപകരണങ്ങളോ വാഹനങ്ങളോ ഇല്ലാതെ വലയുന്നത്. 3 ഫയർ എഞ്ചിനുകൾ ഉണ്ടെങ്കിലും ഇതിൽ ഒരെണ്ണം മാത്രമാണ് അത്യാവശ്യത്തിന് ഉപകരിക്കുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കേഷനുള്ള പണികൾ പൂർത്തിയായ മറ്റൊരു വണ്ടി ടയർ ഇല്ലാത്തതിനാൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല.
20 വർഷത്തിലേറെ പഴക്കം ചെന്ന കണ്ടം ചെയ്യാറായ വണ്ടിക്ക് 85,000-ഓളം രൂപ അറ്റകുറ്റപ്പണി ഇനത്തിൽ അനുവദിച്ചിരുന്നു. അടുത്തിടെയാണ് ഈ വാഹനം മാറ്റി പകരം മറ്റൊരു സ്റ്റേഷനിൽ നിന്നും പഴക്കം ചെന്ന മറ്റൊരു വാഹനം എത്തിച്ചത്. ഇത് വലിവില്ലാത്തതും ആധുനിക സജ്ജീകരണങ്ങൾ ഇല്ലാത്തതുമാണ്. ഒരു ആംബുലൻസ് ഉള്ളത് തകരാറിലായി കിടക്കുകയുമാണ്. വേനൽ കടുത്തതോടെ മടത്തറ, കുളത്തൂപ്പുഴ മേഖലകളിൽ തീപിടുത്തം നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ വാഹനം അനുവദിക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. കൂടാതെ സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും കെട്ടിടമില്ലാത്തത് മൂലം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനോ ഫയർമാൻമാർക്ക് വിശ്രമിക്കുന്നതിനോ കഴിയുന്നില്ല. പഞ്ചായത്തിന്റെ കടമുറികളിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കുടിവെള്ളം ലഭ്യമല്ലാത്തതും പ്രധാന പ്രശ്നമാണ്. ദിവസേന 10-20 കുപ്പി മിനറൽ വാട്ടറാണ് പുറത്തുനിന്നും വാങ്ങി ഉപയോഗിക്കുന്നത്. വികസനങ്ങൾ നിരവധി നടപ്പാക്കിയെന്ന നേതാക്കന്മാർ വീമ്പിളക്കുമ്പോഴും ഫയർഫോഴ്സിന്റെ വികസനം ദിനംപ്രതി പിന്നോട്ടാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കടയ്ക്കൽ തിരുവാതിരയെ സംബന്ധിച്ച വാർത്തകൾ ചിത്രീകരിക്കുന്നതിന് ദൃശ്യമാധ്യമങ്ങൾക്ക് വിലക്ക്. ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയാണ് വിലക്കുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകിയതിലുള്ള വിയോജിപ്പാണ് വിലക്കിലേക്ക് വഴിതെളിച്ചത്. ക്ഷേത്രക്കുള നവീകരണത്തിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വാർത്ത വന്നിരുന്നു. ഇത് പ്രാദേശിക ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ചിത്രീകരിച്ചത് എന്നാരോപിച്ച് പ്രാദേശിക ദൃശ്യമാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. 1.5 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ഷേത്രക്കുള നവീകരണം തുടങ്ങിയത്. 2 മാസം മുൻപാണ് പണികൾ ആരംഭിച്ചത്. എന്നാൽ ഈ തുക കൊണ്ട് പണി പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നും കൂടുതൽ തുക ആവശ്യമാണെന്നും ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. വർഷങ്ങളായി ക്ഷേത്രക്കുള നവീകരണത്തിനായി പിരിച്ച തുകയുടെ കണക്കുകൾ പോലും ഇപ്പോൾ ഇല്ല. ഇതിനെ തുടർന്നാണ് പരാതികൾ ഉയർന്നതും വാർത്തകളായതും. ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ദൃശ്യമാധ്യമ പ്രവർത്തകരെ ക്ഷേത്ര ഭരണസമിതി വാർത്താ ചിത്രീകരണത്തിൽ നിന്നും വിലക്കുകയായിരുന്നു. ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് ഭീഷണിയും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ATM കുത്തി തുറന്ന് പണം കവരാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയായ പ്രതി അറസ്റ്റിലായത് തെങ്കാശി സ്വദേശി ചന്ദനകുമാർ. കല്ലിൻകടവ് ജനതാ ജംഗ്ഷനിലുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ ATM-നുള്ളിലാണ് കഴിഞ്ഞ ദിവസം മോഷണശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തെങ്കാശി സ്വദേശി ചന്ദനകുമാർ എന്ന 23-കാരനെ പോലീസ് പിടികൂടുകയായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പേ കെട്ടിട നിർമ്മാണ ജോലികൾക്കാണ് ചന്ദനകുമാർ പത്തനാപുരത്തെത്തിയത്. കല്ലിൻകടവിലെ സ്വകാര്യ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ബാങ്ക് ജീവനക്കാർ ATM പ്രവർത്തിക്കാതിരുന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. 6.5 ലക്ഷത്തോളം രൂപ ATM-ൽ ഉണ്ടായിരുന്നു. പ്രതിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പത്തനാപുരം CI സ്റ്റുവർട്ട് കീലർ, SI രാഹുൽ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Goods is a home away from home. In Pushpagreel Happy Goods, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, Kunnikod. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ. അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്.
ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMB ഹെർബൽ റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുന്നിക്കോട്. ഫോൺ 0475232533. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പുനലൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബുധനാഴ്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ 8 മണിക്ക് പുനലൂർ താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള കൂട്ടനടത്തം സംഘടിപ്പിച്ചു. ആരോഗ്യത്തിലേക്കൊരു നടത്തം എന്ന പേരിൽ നടന്ന കൂട്ടനടത്തം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, കളരി, കരാട്ടെ, ആയോധനകലാ സ്കൂളുകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, മുതിർന്ന വിദ്യാർത്ഥികൾ, നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ റാലിയിൽ പങ്കുകൊണ്ടു. താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി TV ജംഗ്ഷൻ വഴി നഗരം ചുറ്റി തിരികെ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ആരോഗ്യ ദർശനം എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കാലം മാറി വരുന്നതിനനുസരിച്ച് കോടി രൂപ ഗവൺമെന്റ് പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായിട്ട് നീക്കിവെക്കുന്ന കാലത്ത് പോലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ. അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യ മേഖലയുടെ സംരക്ഷണം, ഇതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ അതൊരു അത്ഭുതകരമായിട്ടുള്ള, അല്ലെങ്കിൽ അത് ശരിക്കും നമുക്ക് നല്ലതുപോലെ പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് ഈ ജീവിതശൈലി രോഗങ്ങളാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇന്ന് നാം പ്രധാനമായി അഭിമുഖീകരിക്കുന്ന പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതാണ്. ഇതെല്ലാം നമ്മളുടെ ജീവിത രീതി, നമ്മൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവലംബിക്കുന്ന ചില അശാസ്ത്രീയമായ മാർഗങ്ങളുമാണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് G. നാഥ്, ടൗൺ വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ് തിലകൻ, കൌൺസിലർ സഞ്ജു ബുക്കാരി, HMC അംഗം ജോബോയ് പെരേര, ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിവിധ നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നുള്ള ജീവിതശൈലി രോഗനിയന്ത്രണത്തെക്കുറിച്ചും പോഷകാഹാരത്തിലെ മായം ചേർക്കൽ തുടങ്ങിയവരെക്കുറിച്ചും വിപുലമായ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ആശാപ്രവർത്തകർ, ആദിവാസി വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കും സംഘടിപ്പിച്ചു. റാലിയിലും എക്സിബിഷനിലും പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഡിപ്പോ നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു.
ഡിപ്പോയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചാൽ മുഴുവൻ ബസ്സുകൾക്കും ഡിപ്പോയ്ക്കുള്ളിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും. നിലവിൽ സ്ഥല സൗകര്യങ്ങളില്ലാതെ KSRTC ഡിപ്പോ അവഗണന നേരിടുകയാണ്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതോടെ ഡിപ്പോയുടെ വ്യാപ്തി വർദ്ധിക്കും. ബസ്സുകൾക്ക് മുഴുവൻ ഡിപ്പോയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല. സ്ഥലപരിമിതി മൂലം ഡിപ്പോ വീർപ്പുമുട്ടുമ്പോൾ KSRTC അധികാരികളും മൗനത്തിലാണ്. രാത്രികാലങ്ങളിലും മറ്റും KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ്. ഡിപ്പോയ്ക്കുള്ളിലേക്ക് വാഹനങ്ങൾ കയറാൻ കഴിയാതെ ഗതാഗത സ്തംഭനം ഉണ്ടാകുമ്പോഴും ഡിപ്പോയുടെ സ്ഥല സൗകര്യങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാതെ അധികൃതർ ഇരുട്ടിൽ തപ്പുകയാണ്. 2 കോടി രൂപ മുടക്കി പുനലൂർ നഗരസഭ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടത്തിയ അശാസ്ത്രീയമായ നവീകരണ പ്രവർത്തനങ്ങളും ഫലം കണ്ടില്ല. എത്രയും വേഗം ഡിപ്പോയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് ഊഷ്മള സ്വീകരണം. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും ചേർന്നാണ് യാത്രാ നായകനെ സ്വീകരിച്ചത്. ജനാധിപത്യപരമായി നിയമവാഴ്ച സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അസഹിഷ്ണുത വർദ്ധിച്ചതിന്റെ ഫലമായിട്ടാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. വളരെ പ്രമുഖരായ അധ്യാപകരും വിദഗ്ധന്മാരുമെല്ലാം ആ യൂണിവേഴ്സിറ്റി പഠിച്ചവരോ പഠിപ്പിച്ചവരോ ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബൗദ്ധിക മണ്ഡലത്തിൽ ഏറ്റവും ഉന്നതരായ അക്കാഡമിഷ്യന്മാരെ സൃഷ്ടിക്കുക, സാമ്പത്തിക വിദഗ്ധന്മാരെയും അതുപോലെ തന്നെ മറ്റ് ചരിത്രകാരന്മാരെയും രാഷ്ട്രമീമാംസകരെ എല്ലാം ഉത്പാദിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി വിജ്ഞാനത്തിന് ഭയക്കുന്നവർ അതിനെ ഇല്ലായ്മപ്പെടുത്താൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ക്രൂരമായി മർദ്ദിച്ച ABVP പ്രവർത്തകരുടെ നടപടിയെയും കാനം രാജേന്ദ്രൻ ചോദ്യം ചെയ്തു. അസഹിഷ്ണുത രാജ്യത്ത് വളർന്നു വരുന്നതായും കാനം ആരോപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കാനത്തെ പത്തനാപുരം ടൗണിലേക്ക് വരവേറ്റത്. നൂറുകണക്കിന് പ്രവർത്തകരും തൊഴിലാളികളും ചേർന്ന് യാത്രാ നായകനെ സ്വീകരിച്ചു. മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി പത്തനാപുരം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് M. ജിയാസുദ്ദീൻ രാജീവൻ, DC അംഗം സഖാവ് KS വാസുദേവൻ, DC മെമ്പർ സഖാവ് ജോസ് ഡാനിയൽ, M. അജിമോഹൻ, സോമരാജൻ, C. രാധാകൃഷ്ണൻ നായർ, മുരളീധരൻ പിള്ള, തൊണ്ണൂറ്റും ബാലചന്ദ്രൻ, O. ഉസ്മാൻ, HR ഷംസുദ്ദീൻ, അഷ്റഫ് കുമാർ, O. തോമസ്, ശുഭരാജൻ, ഗിരീഷ്, സുകേശൻ, ഉമേഷ്, സുഗു, വിനോദ്, ഷാജികുമാർ, R. അജികുമാർ, T. പൊടിയൻ, സുരേന്ദ്രൻ, ഗോപാലകൃഷ്ണൻ, സാംകുമാർ, MS ഗിരീഷ്, Y. നാസർ, കാഹാക്കുട്ടി, ഷാജഹാൻ, സജീവ്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു, MLA മാരായ KB ഗണേഷ് കുമാർ, ചിറ്റയം ഗോപകുമാർ, CPI ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, M. ജിയാസുദ്ദീൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആവണീശ്വരം രാമചന്ദ്രൻ, പുനലൂർ സോമരാജൻ തുടങ്ങി നിരവധി പ്രമുഖരെ ആദരിക്കുകയും ചെയ്തു. പ്രമുഖ സംഗീതജ്ഞൻ നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട ശ്രീ ആവണീശ്വരൻ രാമചന്ദ്രനെ കാലം ആദരിക്കും. അടുത്തതായി പ്രമുഖ ചിത്രകാരൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരൻ പ്രമോദ് പുലിമലയിലെ ആദരിക്കുന്നു. ഉബൈ സാഹിബിന്റെ പബ്ലിസ്റ്റായി കഴിഞ്ഞ 3 വർഷക്കാലമായി സേവനമനുഷ്ഠിക്കുന്ന പത്തനാപുരത്തിന്റെ അഭിമാനമായ സർവാദരണീയനായ മൊയ്തീൻ കുഞ്ഞിലി ബാബറുകളുടെ ആത്മപ്രസ്ഥാനത്തിലേക്ക് പുതുതായി കടന്നു വന്ന വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗമായും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തായി സേവനമനുഷ്ഠിച്ച CDS അംഗമായി നിരവധി കാലമായി വനിതാ കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകയായി പത്തനാപുരം പഞ്ചായത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു
ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വേനൽ കടുത്തതോടെ ശീതളപാനീയ വിൽപ്പന വ്യാപകം. റോഡിന്റെ ഇരുവശങ്ങളിലും കച്ചവടക്കാർ സ്ഥാനം പിടിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലും യാത്രക്കാർക്കായി കച്ചവടക്കാർ നിരന്നു കഴിഞ്ഞു. തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങി പലതരം ജ്യൂസുകളുണ്ടെങ്കിലും കോഴിക്കോടൻ കുലുക്കി സർബത്തിനാണ് കൂടുതൽ പ്രിയം. പല നിറത്തിലും രുചിയിലും ലഭിക്കുന്ന കുലുക്കി സർബത്തിന് 10 രൂപ മുതൽ 30 രൂപ വരെയാണ് വില. എങ്കിലും കടുത്ത ചൂടിൽ നിന്നും രക്ഷ തേടി ആളുകൾ കുലുക്കി സർബത്ത് തേടി എത്തുന്നുണ്ട്. വേനലിന് തുടക്കമായിട്ടേ ഉള്ളൂ. ഇനിയും വരുന്ന ആളുകളിൽ ചൂട് കൂടാനാണ് സാധ്യത. ചൂടത്ര കൂടുതലായാലും കുലുക്കി സർബത്തുമായി കച്ചവടക്കാർ തയ്യാറായി കഴിഞ്ഞു. കൂടിയതുകൊണ്ട് ഇവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ ചൂടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ സെയിൽ നടക്കാറുള്ളൂ. കോഴിക്കോട് കുലുക്കി സർബത്താണ് ഇവിടെ കൊടുക്കുന്നത്. സ്ഥലം എവിടെയെങ്കിലുമല്ല, കോഴിക്കോട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണവില നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാപ്പകൽ വീട്ടമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച യുവാവിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് മാത്ര സ്വദേശിയായ യുവാവ്. പത്തനാപുരത്ത് ATM കുത്തി തുറന്ന് പണം കവരാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. പ്രതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ്. കേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് ഊഷ്മളമായ സ്വീകരണം. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും ചേർന്നാണ് ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, പുനലൂർ. ശങ്കർ സായി ഹോസ്പിറ്റൽ, പുനലൂർ.